നല്ല രീതിയിൽ ഉരുകാനായിട്ട് തീ കത്തിക്കില്ലേ. അപ്പോൾ തീ കത്തിച്ചിട്ട് നമ്മൾ പാത്രം തീ കത്തുന്ന അതിൻ്റെ മിതമേ വെച്ചിട്ട് അതിനുള്ളിലോട്ട് മെഴുകി വെച്ച് കൊടുക്കുക. അത് നല്ല രീതിയിൽ മെൽറ്റാവണം. നല്ല രീതിയിൽ പഞ്ചസാര അലിയണ മാതിരി നല്ല രീതിയിൽ അലിഞ്ഞു പോകണം. അത് വെറും വെള്ളമാവണം. അപ്പോൾ അത് വെള്ളമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പാത്രം എടുത്തിട്ട് പാത്രത്തിൽ നല്ല രീതിയിൽ വെള്ളം പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും മെഴുകി ഉരുകിയിട്ട്. അത് അതിവേഗം തന്നെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് എടുത്തിട്ട് ഈ ഏറ്റവും വലിയ വായ വരുന്ന ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, ഒഴിക്കുക. കളയാണ്ട് ഇപ്പുറത്തും ഇപ്പുറത്തും പോകാണ്ട് എന്ത് ചെയ്യുക, ഇപ്പുറത്തും ഇപ്പുറത്തും പോവാണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ആ മെഴുക് നല്ല രീതിയിൽ ഉരുകിയ ആ ഒരു വെള്ളം വലിയ വായയുടെ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. തെറ്റാൻ പാടില്ല. ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടോ പോകാൻ പാടില്ല. നല്ല രീതിയിൽ ഒഴിക്കുക, പറ്റാത്തോളം ഒഴിക്കുക. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, കൈ വിരലൊക്കെ ഉണ്ടാവും. ക്ഷമയോട് വേണം ഒഴിക്കാനായിട്ട്, നല്ല ബ്രെയിൻ വേണം. അപ്പോൾ ഒഴിക്കുക. നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ നല്ലൊരു ചൂടുണ്ടാവും. ഈ ചൂടോട് കൂടി എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പതുക്കനെ ഈ ചൂട് എന്ത് ചെയ്യണം, റിമൂവ് ആവണം. അതിനോടൊപ്പം എന്ത് ചെയ്യണം, ഈ മെഴുകുതിരി വെള്ളമായ ആ മെഴുകുതിരി എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഡ്രൈ ആവണം. എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങണം. ആ ഉണങ്ങണ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഒരു 4-4.5 മണിക്കൂർ വേണം സെറ്റായി കിട്ടാനായിട്ട്. 4 മണിക്കൂർ മതി. അതല്ലെങ്കിൽ 3-4 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ചൂടൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ വെക്കുക. ഇതുപോലെ അതിനുശേഷം